നമസ്കാരം. നമസ്കാരം. ഇന്ന് പ്രോടൈം സ്പീക്കർ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇന്ന് MLA-മാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ MLA-മാര് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. ഇവിടെ അതൊരു പുതിയ സംഭവമല്ല. കാരണം നിയമസഭയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ ആയിരിക്കും മിക്കവാറും പ്രോടൈം സ്പീക്കറായി നിശ്ചയിക്കുക. പക്ഷേ ഇവിടെ അമ്പലപ്പുഴയിൽ നിന്നുള്ള CPM വിമതനായി ജയിച്ചു വന്ന G. സുധാകരനെ തന്നെ പ്രോടൈം സ്പീക്കറായി UDF നിശ്ചയിക്കുമ്പോൾ അതിൽ ചില മധുര പ്രതികാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പറഞ്ഞു വരുന്നത് 63 വർഷത്തെ CPM-ലെ പ്രവർത്തന പാരമ്പര്യം വലിച്ചെറിഞ്ഞ് CPM-ന്റെ പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയവൈകല്യങ്ങൾക്കെതിരെ നേർക്ക് നേർ നിന്ന് പോരാടി പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന G. സുധാകരൻ പുന്നപ്രയും വയലാറും ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിൽ, അല്ലെങ്കിൽ വിപ്ലവ വീര്യത്തിന്റെ അലകളികൾ മാത്രം അടിയലിച്ച് ഉയരുന്ന ആ മണ്ണിൽ നിന്നുകൊണ്ട് CPM-നെതിരെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി വന്ന നേതാവാണ് G. സുധാകരൻ. ഇത് ചരിത്രമാണ്. നമ്മൾ ഇത് പറയാതെ എല്ലാവർക്കും അറിയാം. ഇത് പറയുന്നതിന്റെ കാരണം, അന്ന് സുധാകരൻ CPM വിട്ട് പുറത്തു പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാഷയ്ക്ക് വിശിഷ്ട പദങ്ങൾ സമ്മാനിക്കുന്ന ഒരാൾ ആയി തന്നെയാണ് കാലം പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. കുലംകുത്തി, കടക്കുപുറത്ത്, പരനാറി, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, എങ്ങനെയുള്ള പൊതുപ്രവർത്തകർ, മാതൃകാപരമായി പെരുമാറേണ്ട സംസാരിക്കേണ്ട പൊതുപ്രവർത്തകർക്ക് ചേരാത്ത ചില ഭാഷാശൈലികൾ ഭാഷയ്ക്ക് സംഭാവന ചെയ്യുന്ന ആൾ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. ഇക്കുറി 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോയപ്പോഴും പിണറായി വിജയന്റെ സ്തുത്യർഹമായ ഒരു സംഭാവന ഉണ്ടായിരുന്നു. അത് ചെറ്റ എന്നുള്ള ഒരു പ്രയോഗമാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നീട് AK ബാലൻ അടക്കമുള്ള CPM-ന്റെ വൈറ്റ് വാഷുകാർ വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിച്ച, ചെറ്റത്തരത്തിന്റെ വക്താവ് എന്ന് വിളിച്ച G. സുധാകരന്റെ മുന്നിൽ സർ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി പിണറായി വിജയനെയും CPM-നെയും പ്രോടൈം സ്പീക്കറുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി UDF നടത്തിയ ഒരു മധുര പ്രതികാരം തന്നെയാണ് പ്രോടൈം സ്പീക്കറായി G. സുധാകരനെ തെരഞ്ഞെടുത്തത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. വ്യക്തിപരമായ നിഗമനമാണ്. തെറ്റാവാം, ശരിയാകാം. ഒരു യുവ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്താണ് ഫവാസിന്റെ അഭിപ്രായം? ഈ വിഷയത്തിൽ എനിക്കും തോന്നിയിട്ടുള്ള ഇതേ കാര്യം തന്നെ. കാരണം കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് മുമ്പോട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രതികാരം ഇത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തും വ്യത്യസ്തപരമായ വാക്കുകൾ കൊണ്ട് എനിക്കൊണ്ട് കൊല്ലത്ത് അത്ര ഫേമസ് അല്ലാത്ത ഒരാളായിരുന്നു MK പ്രേമചന്ദ്രൻ. അയാളെ പോലും വിജയിപ്പിക്കാൻ സഹായിച്ച ഒരു മഹാനായ വ്യക്തിയാണ് പിണറായി വിജയൻ. അന്ന് ഈ പറഞ്ഞ പോലെ പരനാറി, ഇതേപോലത്തെ വാക്കുകൾ പലതും ഉപയോഗിച്ചാണ് പ്രേമചന്ദ്രനെ അന്ന് പരാമർശിച്ചതും വേദിയിലിട്ട് വലിച്ചഴച്ചതൊക്കെ. പാർട്ടിയിലെ അധികായനായി MA ബേബിക്കെതിരെ മത്സരിക്കുമ്പോഴാണെന്ന് ഓർക്കണം. അതെ. അപ്പം ഇത്തരത്തിൽ കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലത്തും CPM-ന്റെ ഉരുക്കുകോട്ടയാണ്. നമ്മൾ പറയും കണ്ണൂരാണെന്ന്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കണ്ണൂരല്ല, കൊല്ലമാണ് CPM-ന് ഏറ്റവും കൂടുതൽ ബേസ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞത്. പക്ഷെ അതേ സ്ഥലത്ത് MK പ്രേമചന്ദ്രനെ പോലെ ഒരാൾ വിജയിച്ചു വരാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇത് മാത്രമല്ല, പലപ്പോഴും ആരൊക്കെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടോ, ഇപ്പൊ നമ്മള് പല ആൾക്കാരെ നോക്കി പാണക്കാട് കുടുംബമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസിന്റെ ഒരു സ്ത്രീയായി പരസ്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ആരൊക്കെ അവഹേളിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചു വരുന്ന സാധനം കാണാൻ പറ്റും. അത്തരത്തിൽ ജയിച്ചു വന്ന ഒരാളാണ് ഈ പറഞ്ഞ പോലെ G. സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിച്ചു വന്നത്. അപ്പം കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാധനം സുധാകരൻ ഇപ്പൊ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു കാഴ്ചയോടുകൂടി കാണുന്നൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു പ്രോടൈം സ്പീക്കർ മാത്രമാണ്. എന്റെ മുമ്പിൽ വരുന്നവർക്ക് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കും. രാഷ്ട്രീയത്തിൽ വ്യക്തിവൈരാഗ്യത്തിന് പ്രസക്തിയില്ല. അതെ, അദ്ദേഹം തുറന്നു പറഞ്ഞത്. പക്ഷെ എന്തിരുന്നാൽ പോലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പം സാറിന് ഒരുപാട് വ്യക്തിത്വം ചെയ്തു, ഞാൻ പലതരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചു, എന്നിട്ട് പിന്നീട് സാറിന്റെ അടുത്തോട്ട് സത്യപ്രതിജ്ഞയ്ക്ക് വരുമ്പം പറയുന്ന കേൾക്കുന്ന ആൾക്കില്ലെങ്കിൽ പറയുന്ന എനിക്കൊരു സാധനം ഉണ്ടാവുമല്ലോ.
അപ്പൊ അത്തരത്തിലൊരു സാധനം വലിയ എന്തായാലും പിണറായി വിജയന് ഏൽക്കാൻ പോകേണ്ട ഒരു സംഭവമാണിത്, പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിൽ പോലും. അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ അങ്ങനെ കാണുന്നത്. അല്ല, ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനും പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ജി സുധാകരന് മുന്നിലേക്ക്, പ്രോടൈം സ്പീക്കറുടെ മുന്നിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് മാറി നിൽക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്താലേ പറ്റുള്ളൂ. അവിടെയും കോൺഗ്രസ് ചില നടപടിക്രമങ്ങളിലൂടെ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഫവാസ് വിശേഷിപ്പിച്ച പോലെ കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. കൊല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ നമ്മൾ മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൊതുജീവിതത്തിന് അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ പൊതുജീവിതത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്, മാതൃകാപരമായ ചില ശൈലികളുണ്ട്. ഇത് അനുവർത്തിക്കുന്നവരെ മാത്രമേ നമ്മൾ നമ്മുടെ നേതാക്കന്മാരായി, അത് ഏത് പാർട്ടിയിലുള്ള ആളുകളാവട്ടെ, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ അതാണ് രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കാത്ത, വ്യക്തിപരമായ മൂല്യങ്ങളെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിലെ വ്യക്തികളും ഉൾപ്പെട്ടതാണ് എന്നുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ മറന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം പദപ്രയോഗങ്ങളെല്ലാം പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ് നടത്തിയത് എന്ന് പറയുമ്പോൾ നേരത്തെ ഫവാസ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ അർത്ഥം. കാരണം ഏതൊക്കെ നേതാക്കന്മാരെ പിണറായി വിജയൻ അധിക്ഷേപിച്ചിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും എല്ലാം പേരെടുക്കുന്ന, അല്ലെങ്കിൽ അവരെല്ലാം തിളങ്ങുന്ന ഒരു വ്യക്തിത്വമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയന് പറ്റിയ ഒരു അബദ്ധം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരാളെ ഒരു പദപ്രയോഗത്തിലൂടെ വിശേഷിപ്പിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്ന് ഞാൻ മിനിമം ഒന്ന് ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ സദാചാര വിശുദ്ധമല്ലാത്ത രീതിയിലുള്ള ഒരു വിമർശനം, എപ്പോഴും വിമർശനം ആവശ്യമാണ്. വിമർശനാത്മകമായിട്ടുള്ള രീതി തന്നെയാണ് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലൊക്കെ ഒരു വ്യക്തിയെ സംശുദ്ധനാക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു വിമർശനം, ക്രിയാത്മകമായ ഒരു വിമർശനം അതായിരിക്കണം. ഭാഷയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ പിണറായി വിജയനെ പോലുള്ള തലമുതിർന്ന നേതാക്കന്മാർ സംസാരിച്ചു വരുമ്പോൾ പലപ്പോഴും അത് വൈയക്തികമായിട്ടുള്ളൊരു അധിക്ഷേപത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ശാരീരികമായ ഒരു അധിക്ഷേപത്തിലേക്ക് പോകുന്നു. നിയമസഭയിൽ പിണറായി വിജയനെതിരെ സംസാരിച്ച ഒരാളെ പൊക്കക്കുറവുള്ളതിൻ്റെ പേരിൽ 8 അട്ടിവെച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞ് ശാരീരികമായി അധിക്ഷേപിക്കുന്നത് പോലും നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആളാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞൊരു ആളാണ്. അദ്ദേഹത്തിന് ശാരീരിക അവശതകളുണ്ട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ആ ഒരു അവശത അദ്ദേഹത്തിന്റെ ആ ഓരോ ചലനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന നേതാവിനെ കേരളം ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല. ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു എന്നും പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല. പക്ഷെ പകരം പിണറായി വിജയൻ 8 അട്ടി വെച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ പൊക്കക്കുറവിനെ എടുത്തു വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ പൊതുവേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാർ CM ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, കടക്കുപുറത്ത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആള് ചെയ്യുന്ന നിരുത്തരവാദിത്തപരമായ ഒരു പരാമർശം തന്നെയാണ്. ഒരു കാരണവശാലും സമൂഹത്തിന് അത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. CPM-ന്റെ സൈബർ സഖാക്കൾക്കോ അല്ലെങ്കിൽ CPM-ന്റെ പിണറായി വിജയന്റെ പാർശ്വവർത്തികൾക്കായ ആളുകൾക്കല്ലാതെ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളൊന്നും വെള്ളപൂശി ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന് കാലത്തിന്റെ കാവ്യനീതി എന്നോണം ഇപ്പോൾ നിയമസഭയിൽ ഒരു മധുരമായ പ്രതികാരത്തിനുള്ള അവസരം UDF സൃഷ്ടിച്ചിരിക്കുന്നു. പ്രോടൈം സ്പീക്കറുടെ മുന്നിൽ പിണറായി വിജയനും ജി സുധാകരനെ അധിക്ഷേപിച്ച എല്ലാവരും തന്നെ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായി വരും. അദ്ദേഹത്തെ സാറേ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതായി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതിൽ ജി സുധാകരൻ അതിൽ വ്യക്തിപരമായി യാതൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ പ്രോടൈം സ്പീക്കർ ആരാണോ ആ സ്പീക്കറുടെ മുന്നിലാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അത് ജി സുധാകരനായി എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ എന്നാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വശം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇത് മാത്രമല്ല, എനിക്ക് തോന്നിയ കാര്യം പലപ്പോഴും ഈ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷന്റെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്ന വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ MV ഗോവിന്ദൻ, പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ് പോകുന്നത്
പോകുന്നവർ പോട്ടെ, പാർട്ടിക്ക് അതൊരു ക്ഷീണമൊന്നുമല്ല. പാർലമെന്ററി സ്ഥാനം മോഹിച്ചുകൊണ്ടാണ് ജി സുധാകരൻ പോകുന്നത്. അയാൾ പോയ ഒന്നും സംഭവിക്കില്ല. അയാൾ പോയ അങ്ങനെ തന്നെ അയാൾ പറഞ്ഞത്. അയാൾ പോയ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അയാൾ തന്നെയാണ് ആ വാക്കുകളോട് പിന്നെ ആൾ ഉപമിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള കടന്ന് ആക്രമിക്കുമ്പോൾ തലമുതിർന്ന നേതാക്കന്മാരെ പറയുന്നത്. ഇതേ സമയം നമ്മൾ തിരിച്ചു വരേണ്ടത് ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റിയുടെ ചർച്ചയിലോട്ടാണ്. അവരവിടെ പറഞ്ഞത് ആലപ്പുഴയിൽ ഇത്ര വലിയ തിരിച്ചടിക്കുള്ള കാരണം ഒന്ന് ജി സുധാകരൻ പോയതാണ് എന്നുള്ളതും, ജി സുധാകരനെ വ്യക്തിഹത്യ ചെയ്തതും പല നീചമായ വാക്കുകളും കൊണ്ട് എന്താ പറയാ അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞതും, ഇതൊക്കെയാണ് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ക്ഷീണം അവിടെ ഉണ്ടാക്കിയത്. ഇത് മാത്രമല്ല, സെയിം സാധനം കണ്ണൂരിലും പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ എന്താ പറയുക തളിപ്പറമ്പ് സ്ഥാനാർത്ഥി, അതെ ഗോവിന്ദന്റെയും മറ്റേ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയുടെ അതെ മതിൽ പൊളിച്ചു കളഞ്ഞ വിഷയം, ബൈക്ക് കത്തിച്ച വിഷയം, ഇത്തരത്തിൽ പോയത് കൊണ്ടാണ് പാർട്ടി വലിയ തരത്തിലുള്ള, അവിടെ മാത്രമല്ല ആ സാധനം മൊത്തമായിട്ട് ഒരു തരംഗമായിട്ട് തീർന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ CPM സഞ്ചരിക്കുന്നുള്ള ഉദാഹരണമാണ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം ആ പുസ്തകം ഏറ്റുവാങ്ങിയ ആളുടെ വീടിന് മുമ്പിൽ കൊണ്ടുവന്ന് റീത്ത് വയ്ക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ മരണാനന്തരമായിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന സ്മരണാഞ്ജലി എന്ന അർത്ഥത്തിലാണ്. അതായത് ഇത് തന്നെ ഞങ്ങൾ ചെയ്യും എന്നുള്ള പറയാതെ പറഞ്ഞു. അതായത് രാഷ്ട്രീയപരമായി എതിർക്കുന്ന ഒരാളെ രാഷ്ട്രീയപരമായി ആദർശപരമായി എതിർക്കുക എന്നുള്ള ഒരു തത്വം വെടിഞ്ഞുകൊണ്ട് ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. സമൂഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നേ. ഇത്തരം അക്രമ രാഷ്ട്രീയത്തിന് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അരി നിൽക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇക്കുറി 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയത്. അവിടെ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 കോടിയിൽ പരം വോട്ടാണ് UDF കിട്ടിയതെന്ന് പറയുമ്പോൾ ആ വോട്ട് മുഴുവൻ UDF വോട്ടല്ല. ഇടതുപക്ഷത്തിൽ നിന്ന് ചോർന്ന വോട്ടുകളെല്ലാം UDF കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും പാർട്ടിയുടെ ഈറ്റിലം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഫവാസ് വിശേഷിപ്പിച്ച പോലെ കൊല്ലത്ത് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് വോട്ട് ചോർന്നത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റിലം അല്ലെങ്കിൽ ചെങ്കോട്ട എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചില ജില്ലകളുണ്ട്. ഒന്ന് കണ്ണൂര്, മറ്റൊന്ന് ആലപ്പുഴ, മറ്റൊന്ന് കൊല്ലം, ഇവിടെ പാലക്കാട്. ഇവിടെയൊക്കെ പാർട്ടിക്ക് അടി കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നീട് പാർട്ടി തിരിച്ചെഴുന്നേറ്റ് വരാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തിന് ധർമ്മടത്ത് പിണറായി വിജയൻ പോലും വോട്ടെണ്ണൽ നടക്കുമ്പോൾ 6 റൗണ്ട് പുറകിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ അത്രത്തോളം UDF ഒരു മുതിർന്ന സ്ഥാനാർത്ഥി അല്ലാതിരുന്നിട്ട് പോലും പിണറായി വിജയന് വെള്ളം കുടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ജനവികാരം അത്രത്തോളം അവിടെ എതിരായിരുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഇപ്പൊ കണക്കിന്റെ വലിയ കണികളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് CPM വോട്ടുകളിൽ ഇത്ര ശതമാനം മാത്രമാണ് മാറിയിരിക്കുന്നത്, CPM യഥാർത്ഥത്തിൽ വിജയിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കണക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഈ ജിൻഡോ ജോണിനെ പോലുള്ള ചില ആളുകൾ ചർച്ചയിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ പാർട്ടി തോറ്റു എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഇവർ കണക്ക് നിരത്തി പറയുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം നിയമസഭയിൽ ജി സുധാകരൻ്റെ മുന്നിൽ തന്നെ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ച് മാറ്റി നിർത്തിയ അവഹേളിച്ച ജി സുധാകരനെ സാർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനപൂർവ്വം സുധാകരൻ്റെ മുന്നിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പിണറായി വിജയനും മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഈ 35 MLA-മാരും തയ്യാറാവുന്നു അല്ലെങ്കിൽ തയ്യാറാവണം എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അവർക്കുണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ പരിമിതമായ രാഷ്ട്രീയ അവബോധത്തിൽ നിന്ന് തോന്നുന്നതാവാം. എന്തായാലും വേറെ ഒരു നിവൃത്തി പിണറായി വിജയനും തെരഞ്ഞെടുക്കപ്പെട്ട സഖാക്കൾക്കും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് ജി സുധാകരൻ പറഞ്ഞ ഒരു വെല്ലുവിളിയായിരുന്നു. അമ്പലപ്പുഴയിൽ വന്ന് മത്സരിച്ച് വിജയിക്കാൻ പിണറായി വിജയനോ MV ഗോവിന്ദനോ സാധിക്കുമോ? അങ്ങനെ സാധിക്കും, ഞാൻ നിങ്ങൾ അമ്പലപ്പുഴയിലോട് വരാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു എന്നുള്ള സാധനം. ഇലക്ഷൻ ഈ സമയത്ത് പറഞ്ഞ പോലെ അയാൾ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ജി സുധാകരൻ ഈ സാധനം പറഞ്ഞത്. അപ്പോൾ അവിടെ വന്ന് ഈ പറഞ്ഞ പോലെ പിണറായി നോക്കുകയാണെങ്കിൽ ധർമ്മടം പോലത്തെ ഒരു സേഫ് സോണിൽ തന്നെ മത്സരിക്കുള്ളൂ. അവർ ഈ പറഞ്ഞ പോലെ ഒരു റിസ്ക് എടുക്കുന്ന എലമെന്റിലോട്ട് അവരാരും പോകാറില്ല. പാർട്ടി ഇപ്പം അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള ആളായിരുന്നു KK ശൈലജ. അദ്ദേഹത്തെ പോലത്തെ ഒരു നേതാവിനെ പിടിച്ചു മാറ്റി KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന പേരാവൂര് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു, എന്താ പറയാ ഇല്ലാണ്ടാക്കുന്നു അല്ലെങ്കിൽ ബലി കൊടുക്കുന്നു എന്നുള്ള രീതിയിലോട്ടാണ്. തനിക്ക് മുകളിൽ ഒരാളും പൊന്താൻ പാടില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് ജി സുധാകരൻ പരസ്യമായി വെല്ലുവിളിച്ച്. അത്ര വലിയ നേതാവാണെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴയിൽ വന്ന് മത്സരിക്കട്ടെ. എനിക്കൊന്നും ആ സമയത്ത് UDF സപ്പോർട്ട് കൊടുത്തിട്ടില്ല, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്താണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്, വെല്ലുവിളി നിൽക്കുന്നത്. പക്ഷെ ആരും ഏറ്റെടുത്തില്ല. പിന്നീടാണ് UDF പോയി സപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാവിധ പരോക്ഷമായ പിന്തുണയും പ്രത്യക്ഷമായ പിന്തുണയും UDF കൊടുക്കുന്നതും.
അപ്പം എന്തായാലും വരും ദിവസങ്ങൾ അറിയാം എങ്ങനെയായിരിക്കും ജി സുധാകരന്റെ മുമ്പിൽ പിണറായി വിജയനെ പോലുള്ള ഒരു തലമുതിർന്ന നേതാവോ പക്വത നിറഞ്ഞ ഒരു നേതാവ് എങ്ങനെയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാന്നുള്ളതും അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി കോണ്ടെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കും എന്നുള്ളതും വരും ദിവസങ്ങൾ എന്തായാലും നമുക്ക് കണ്ടറിയാം.